ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഈ ചർച്ചയുടെ ഒരു സ്വഭാവം സാധാരണക്കാരായ ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതി കാത്തിരുന്ന ഒരു പാവപ്പെട്ട 15 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. കോൺഗ്രസിന്റെ UDF-ന്റെ പ്രതീതി പറഞ്ഞത് ഒരു തവണ കൊന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൽ LDF-ന്റെ നേതാക്കന്മാർ പ്രസ്താവന നടത്തുന്നവർ മനുഷ്യരാണോ എന്നാ ചോദിച്ചേ. ഈ കൊന്നതാരാണ് മിസ്റ്റർ? ഈ 15 വയസ്സുകാരനെ ഇത്ര ക്രൂരമായി കൊന്നതാരാണ്? ആ കുട്ടി മരണപ്പെടുന്നു നേരിട്ട് കണ്ടു എന്നാണല്ലോ കുറ്റസമ്മത മൊഴി വന്നിരിക്കുന്നത്. ആ കുട്ടികൾ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ബാഗ് എടുത്തു വയ്ക്ക്, പണം എടുത്തു വയ്ക്ക്, എനിക്ക് ഒളിവിൽ പോകണമെന്ന് പറഞ്ഞത് ആരാണ്? കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണ്. കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന ആളാണ് ബൂത്ത് കമ്മിറ്റി അംഗം. UDF-ന്റെ ബൂത്ത് കമ്മിറ്റി അംഗമാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് മിസ്റ്റർ കൊന്നത്. ആ കൊന്നത് കുറ്റമല്ല. ആ കൊന്നതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ എന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പത്രമാധ്യമങ്ങളെ വിളിച്ച് കൊട്ടിഘോഷിക്കുമ്പോഴും അതും കുറ്റമല്ല. ആ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ നടത്തിയത് കോൺഗ്രസ്സുകാരനാണെന്നും ആ കോൺഗ്രസ്സുകാരനായ പ്രതിയെ പിടിച്ചുവെന്നും ഇദ്ദേഹം ഇതിനു മുമ്പും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണെന്നും ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഒത്താശ ചെയ്തിട്ടാണ് നിങ്ങളുടെ ബൂത്ത് കമ്മിറ്റി അംഗം ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്നതെന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അത് തെറ്റ്. ആ പ്രസ്താവന നടത്തുന്നവർ മനുഷ്യരല്ലെന്നാ നിങ്ങൾ പറയണേ. നിങ്ങൾ പറഞ്ഞോ ഇത്തരത്തിൽ നുണപ്രചരണം നടത്തിയ കൊലയാളിയുടെ പാർട്ടിയാണ് നിങ്ങൾ. ഇത്തരത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ ആ രാഷ്ട്രീയ അവസരമാക്കി ഉപയോഗിക്കുന്നവരാ നിങ്ങൾ. അതുപോലെ ഇതൊരു സുവർണ അവസരമായി കണ്ട് നിങ്ങൾ ഇന്നലെ റോഡ് ഉപരോധിച്ചു. നിങ്ങൾ കൊട്ടിഘോഷിച്ച് ആ റോഡ് ഉപരോധത്തിന്റെ വാർത്ത ജനങ്ങളിൽ എത്തിയല്ലോ എന്ന് സന്തോഷിച്ച് തട്ടുകടയിൽ പോയിരുന്ന് സെൽഫി ഇട്ട് പ്രചരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ കുട്ടി മരിച്ച ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടതിന്റെ സന്തോഷത്തിലുള്ള ചിത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വരട്ടാനൊന്നും നിൽക്കണ്ട. ഈ കൊലപാതകി നിങ്ങളുടെ പാർട്ടിക്കാരൻ, ഈ കൊലയാളി നിങ്ങളുടെ പാർട്ടിക്കാരൻ, ആ പഞ്ചായത്ത് ഭരിക്കുന്നു നിങ്ങൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഇതിന് ഒത്താശ ചെയ്തത്. ആ കുട്ടിയെ രക്ഷിക്കാൻ പോലും മാന്യതയോ മര്യാദയോ കാണിക്കാതെ ബാഗും എടുത്ത് പണം എടുത്തു വെക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ചതോ ഈ വരുന്ന 5-6 ദിവസം തെരഞ്ഞെടുപ്പിന് മുന്നുള്ള ദിവസം പ്രതിയെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ ആക്രമിക്കണം. പ്രതി നിങ്ങളുടെ ആള്, നിങ്ങൾ ഒളിവിൽ കൊണ്ടുപോകും. നിങ്ങൾ ഒളിവിൽ പാർപ്പിച്ചിട്ട് പ്രതി എവിടെ? നമുക്കറിയാലോ, പണ്ട് AKG സെന്റർ ആക്രമിച്ചു, നിങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ച് ആക്രമിച്ചല്ലോ കുറെ നാള്. അതുപോലെ തന്നെ ഒരു വലിയ നാടകം നിങ്ങൾ കളിച്ചത് പൊളിഞ്ഞു പാളീസായി, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അവതാരികയോട് പറയേണ്ടത് ഈ ക്രിമിനൽ ആക്ടിവിറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റു തരത്തിലേക്ക് തെന്നി